മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉറക്കം എണീറ്റ് വന്ന മഹാലക്ഷ്മി ആണെങ്കിൽ ലേഖയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് വരുന്നുണ്ട്. ലേഖയാണെങ്കിൽ ഒരു ജോലിയും മഹാലക്ഷ്മിയും കൊണ്ട് ചെയ്യിക്കില്ല. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഈ സമയത്ത് റെസ്റ്റാണ് ആവശ്യമെന്നും എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യാമെന്ന് വാശി പിടിക്കുന്ന സമയത്ത് ചായ എങ്കിലും ഇട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനും സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് മഹാലക്ഷ്മി ആണെങ്കിൽ ആ വിഷമരുന്ന് കലർത്തിയ പലഹാരം കാണുന്നത്. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ക്രേവിങ്സ് കൂടുതലാണല്ലോ. അപ്പോൾ പെട്ടെന്ന് മഹിക്കാണെങ്കിൽ അത് കഴിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അതെടുത്ത് കഴിക്കുന്നു. കഴിച്ചതും അധികം താമസിക്കാതെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. വൊമിറ്റിങ്, ക്ഷീണം, തളർച്ച അങ്ങനെയൊക്കെ വന്ന് വാടി തളർന്ന് വീഴുമ്പോഴത്തേക്കും ലേഖയാണെങ്കിൽ സങ്കടത്തോടെ അനന്തുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അനന്തു ആണെങ്കിൽ ഓടി വന്നതും മഹി ഒമിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. പ്രഗ്നൻസി സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വൊമിറ്റിംഗ് ആയിരിക്കുമെന്ന് കരുതിയപ്പോൾ അതല്ല അനന്തു ഏട്ടാ, മഹിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകാൻ വണ്ടി എടുക്കുന്ന ആ സമയത്ത് മഹിയാണെങ്കിൽ ലേഖയോട് പറയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യ ലേഖയെ, എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറയുന്ന സമയത്ത് ലേഖ പറയുന്നുണ്ട്, മഹി നീ വിഷമിക്കേണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ പെട്ടെന്ന് വണ്ടി എടുത്ത് മഹിയെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നുണ്ട്. അതേസമയം മാർക്കോയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പുറത്തിറങ്ങിയതിന് ശേഷം ലോപ്പസുമായിട്ട് നിന്ന് കണ്ണനെ വിളിക്കുന്നുണ്ട്. കണ്ണനെ വിളിച്ചിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. മഹി പ്രഗ്നൻ്റ് ആണ്, ആ കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണനാണെന്നുള്ള സത്യം ഇതുവരെ ശത്രുക്കൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ മേഘൻ അറിഞ്ഞിട്ടുണ്ട്. മേഘൻ മാത്രമേ കിടപ്പിലായിട്ടുള്ളെന്നും പ്രതാപനും ഉണ്ണിയും അതുപോലെ ശത്രുക്കളെല്ലാം പുറത്തു തന്നെ നിൽക്കുക, അവരുടെയൊക്കെ ആക്രമണം ഏത് നിമിഷം ഉണ്ടാകും അന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നൊക്കെ കണ്ണന് താക്കീത് കൊടുത്ത് കോള് കട്ട് ചെയ്യുന്ന ആ സമയത്താണ് ഉണ്ണി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം കണ്ണനാണെങ്കിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ആരാ കണ്ണേട്ടാ? അത് എൻ്റെ ഒരു സുഹൃത്താ. എന്താ? കണ്ണേട്ടന് ഇന്ന് സന്തോഷിക്കാൻ പറ്റുന്ന നല്ലൊരു വാർത്ത കേൾക്കും, അധികം താമസിക്കാതെ അത് കേൾക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താടാ നീ എങ്ങനെ പറയുന്നത്? അതേ, നിങ്ങളെ ചതിച്ചിട്ട് അനന്തുവേട്ടൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു ദുഷ്ടത്തി സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഇന്നത്തോടെ നഷ്ടമാകും. കണ്ണേട്ടന് സന്തോഷിക്കാനുള്ള വക ഇന്ന് തന്നെ ഞങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കും എന്ന് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാകുന്നു. നീ എന്തായി പറയുന്നത്? സത്യ, പേടിക്കണ്ട, അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. പക്ഷേ അവരുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞു ജീവൻ ഇന്നത്തോടെ നശിക്കും. എന്തായാലും ഈ സമയത്തിനുള്ളിൽ അവർ ആ പലഹാരം കഴിച്ചു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താ, നീ ഒന്ന് തെളിച്ചു പറ. കരുണയുടെ അച്ഛൻ ഒരു വാടക കൊലയാളിയെ ഏർപ്പെടുത്തി അനന്തുവേട്ടൻ്റെ വീട്ടിൽ രഹസ്യമായി കയറി ഫുഡിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ട്. അതല്പം രുചിച്ചു നോക്കാത്ത താമസേ ഉള്ളൂ, വയറ്റിൽ വളരുന്ന കുഞ്ഞ് അതോടെ നശിക്കും. അത് കേട്ട് കണ്ണനാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുമ്പോൾ ഉണ്ണി പറഞ്ഞ കാര്യം കേട്ടിട്ട് നമ്മുടെ ദുർഗയ്ക്കും സ്വാതിക്കും അതുപോലെ കരുണയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. എന്തായാലും കരുണമോളുടെ അച്ഛൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നടത്തിയിരിക്കും. നിനക്ക് ഇന്നത്തോടെ സന്തോഷിക്കാനുള്ള വക കാണും മോനെ. നിന്നെ ചതിച്ചിട്ട് പോയ അവൾ എന്തായാലും സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. തങ്ങളിങ്ങനെ ഒളിച്ചു കളിക്കുന്നത് പോലും തങ്ങളുടെ കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിക്കരുത് എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു. എന്നാൽ അതിപ്പോൾ നടക്കില്ല. ശത്രുക്കൾ ഏത് വിധേനയും കുഞ്ഞിനെ നശിപ്പിക്കാൻ തുനിഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞതും ആകെ വിഷമിച്ച് നിൽക്കുന്നു. ആ സമയത്ത് അനന്തുവിനെ ലേഖയും മാറി മാറി വിളിക്കുന്നുവെങ്കിലും ആരും കോൾ എടുക്കുന്നില്ല. അവരാണെങ്കിൽ മഹിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുവാണല്ലോ. അങ്ങനെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലെത്തി ഛർദ്ദിച്ച് അവശയായി വരുന്ന മഹിയെ കണ്ടതും നമ്മുടെ തോമസ് വൈദ്യരനും ജയപാലനും ആകെ ടെൻഷനാകുന്നു. കാര്യം തിരക്കുമ്പോൾ മഹി രാവിലെ മുതൽ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങിയതാ, എന്താ കാര്യമൊന്നും അറിയാൻ വയ്യ എന്ന് പറയുന്ന സമയത്ത് തോമസ് വൈദ്യർ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രത്യേകിച്ച് ഫുഡ് കഴിച്ചോ? ആ സമയത്ത് ലേഖ പറയുന്നു, കിച്ചണിൽ വന്ന സമയത്ത് ഇതുപോലെ പലഹാരം എടുത്ത് കഴിച്ചിരുന്നു എന്ന്. ആ പലഹാരത്തിൽ ഇനി എന്തെങ്കിലും വിഷവും കാണാൻ കലർന്നിരുന്നോ? ഒരിക്കലും ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല മോഹിനിയമ്മ ഉണ്ടാക്കി കൊടുത്ത പലഹാരം മറ്റാരും വീട്ടിൽ വന്നതുമില്ല എന്ന് പറയുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ വിളിക്കുന്ന സമയത്ത് നമ്മുടെ അനന്ത് കോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അനന്ത് പറയുന്നുണ്ട് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം. അത് കേട്ട് ആകെ ഞെട്ടിയ അനന്തു ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തോമസ് വൈദ്യരോട് പറയുന്നുണ്ട്. കാര്യം മനസ്സിലാക്കിയ വൈദ്യരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുന്നുവെങ്കിലും പൂർണ്ണമായും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം മഹിയുടെ കണ്ടീഷൻ അത്രയും വീക്കാണ് എന്നുള്ള കാര്യം അനന്തുവിനെ ലേഖയെ അറിയിക്കുമ്പോൾ ലേഖയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു. തനിക്കൊരു അമ്മയാകാൻ പറ്റിയില്ലെങ്കിലും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞിനെ താലോലിച്ചെങ്കിലും ആ ആഗ്രഹം നിറവേറ്റാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ലേഖയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എല്ലാം മനസ്സിലാക്കുന്ന ദേവി മുത്തശ്ശിയാണെങ്കിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും മഹിക്കും യാതൊരു ആപത്തും സംഭവിക്കാതിരിക്കാൻ. എന്തായാലും ശത്രുക്കൾക്ക് തിരിച്ചടി കൊടുത്ത്
നമ്മുടെ മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് യാതൊരു ആപത്തും കൂടാതെ സംരക്ഷിക്കാൻ ദേവി മുത്തശ്ശി എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തെങ്കിലും മരുന്ന് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ എത്തിയോ അല്ലെങ്കിൽ പ്രസാദമായിട്ട് മോഹിനിയമ്മയുടെ കൈ കൊടുത്തോ മഹിയെ രക്ഷിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.